നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോ കുറ്റിപ്പുറം പമ്പ മുതൽ നമ്മുടെ വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ് ആരംഭിക്കുന്ന അതുവരെയായിരുന്നു. ഇന്നത്തെ വീഡിയോ വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ NH66 വീഡിയോ ചെയ്യുന്നത് വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ ആകും. എന്തായാലും നിങ്ങൾ യൂട്യൂബിൽ NH66 ഏത് വീഡിയോ എന്ന് തുറന്നാലും വട്ടപ്പാറ ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ എങ്കിലും ഉണ്ടാകും. കാരണം ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിലെ പ്രത്യേകത തന്നെയാണ്. കാരണം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വയഡക്റ്റ് വരുന്നത് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിലാകും. അപ്പോൾ ആ വയഡക്റ്റിൻ്റെ നിർമ്മാണമൊക്കെ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണാം, ഇഷ്ടം പോലെ ഗർഡറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണാം. ഇപ്പോൾ അവിടെ പില്ലറിൻ്റെ വർക്കുകൾ അവസാനം ആ റോഡിൻ്റെ ഭാഗത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളിലൊക്കെ ഏകദേശമൊക്കെ ഗർഡർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വട്ടപ്പാറ ബൈപ്പാസിൻ്റെ മുഴുവൻ കാഴ്ചകളും ഇന്നത്തെ വീഡിയോയിൽ കാണാം. ദീർഘദൂര ചരക്ക് വാഹനങ്ങളുടെ പേടി സ്വപ്നമാണ് നമ്മുടെ വട്ടപ്പാറ വളവ്. അതേപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ, എപ്പോഴും ഗതാഗതക്കുരുക്കുണ്ടാകുന്നൊരു ഭാഗമാണ് വളാഞ്ചേരി ടൗണ്. ഈ രണ്ട് പ്രശ്നവും ഈ NH66 6 വരി ബൈപ്പാസിൻ്റെ നിർമ്മാണത്തോടു കൂടി പരിഹരിക്കപ്പെടും. പിന്നീട് ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഉയരം കൂടിയൊരു വയഡക്റ്റ് അവിടെ വരുന്നത് എന്ന് പല ആളുകളും നമ്മുടെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം വയഡക്റ്റ് പാലങ്ങൾ നിർമ്മിക്കുന്നത് കയറ്റം കുറക്കാനാണ്. അപ്പോൾ നമ്മുടെ ഈ വളാഞ്ചേരി കഴിഞ്ഞിട്ട് NH66 കടന്നു പോകുന്ന ഭാഗം താഴ്ന്ന പ്രദേശവും വട്ടപ്പാറ വളവ് നിൽക്കുന്ന ഭാഗം ഒരു ഉയർന്ന പ്രദേശവുമാണ്. അപ്പോൾ ആ ഉയർന്ന പ്രദേശത്തുനിന്ന് താഴ്ന്ന പ്രദേശത്തേക്ക് വരുമ്പോൾ കയറ്റം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വയഡക്റ്റ് നിർമ്മിക്കുന്നത്. ഇപ്പം നിലവിൽ വട്ടപ്പാറ വളവ് എല്ലാവർക്കും അറിയാം, ഒരു ചുരത്തിലെ ഒരു എയർപിൻ വളവ് പോലെയാണ്. അപ്പോൾ പുതിയ NHൻ്റെ അലൈൻമെൻറ്റിൽ അങ്ങനത്തെ വളവുകളൊക്കെ ഇല്ലാതാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഉയരം കൂടിയ ഒരു വയഡക്റ്റിൻ്റെ നിർമ്മാണം അവിടെ ആവശ്യം വന്നിട്ടുള്ളത്. ഈ ഭാഗത്തു നിന്നാണ് വയഡക്റ്റിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കുമ്പം അതിലേക്ക് കയറാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒന്ന് പോയി നോക്കാം. എത്തി. അപ്പോൾ ഇതാണ് വയഡക്റ്റിൻ്റെ മുകളിലെ കാഴ്ച കേട്ടോ. ഇവിടെ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ മാസ്റ്റിംഗ് പാഡ് വിരിച്ചിട്ടാണ് ടാറിങ് നടക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ക്ലീനിങ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ ഡിവൈഡറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കേട്ടോ, ഒരു നല്ലൊരു വളവുണ്ട് കേട്ടോ അതിന്. അതങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അതിൻ്റേതായിരിക്കുന്ന എൻജിനീയറിംഗ് ആണ്. അതല്ല നേരെ ഇങ്ങോട്ട് ചെരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാൽ നമ്മളില്ല വീഗാലാൻഡിലും വണ്ടർലയിലൊക്കെ പോകുമ്പോൾ ഒരു വെള്ളത്തിന് ഇങ്ങനെ കുത്തനെ വരണേ അതേപോലെ പോരും. ചെറിയൊരു വളവില്ലാന്ന് അതിനൊരു കൺട്രോൾ കിട്ടില്ല. അപ്പോൾ പാടത്തെ കൃഷിയൊക്കെ പോയിട്ടോ, പച്ചപ്പൊക്കെ പോയി വേനലിലേക്ക് കടന്നിട്ടുണ്ട്. അന്യർക്ക് പ്രവേശനമില്ല, പ്രവേശനം സ്റ്റാഫുകൾക്ക് മാത്രം. അപ്പോൾ ഇത് വീഡിയോ കണ്ടുകൊണ്ട് ആരും വണ്ടിയായിട്ട് വരണ്ട അതിൻ്റെ മേലെ കയറാൻ. അപ്പോൾ വയഡക്റ്റിൻ്റെ ആരംഭം ഇവിടെ പെയിൻറ്റിങ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, ഇടിമേക്കിലെ ഭാഗത്തൊക്കെ അണ്ടർപാസിൻ്റെ പെയിൻറ്റിങ് ആരംഭിച്ചൊരു വീഡിയോ. അപ്പോൾ വട്ടപ്പാറ വളവിൽ വയഡക്റ്റിനും പെയിൻറ്റിങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. സെയിം കളർ തന്നെയാണ്, നീല കളറ് പില്ലറ്, ഒരു ഗ്രേ കളറ് ഗർഡർ. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, KNRCൻ്റെ ഒന്നാമത്തെ റീച്ചിലും മൊത്തത്തിൽ ഈ കളറാണ് ഇനി വരിക.
അപ്പോൾ പുതുതായിട്ട് കാണുന്നവരോടാണ് ഈ വയഡക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഹൈറ്റ് കൂടി വരും. അവസാനം എത്തുമ്പോൾ ഏകദേശം തറനിരപ്പിൽ നിന്നും 32 മീറ്ററോളമാണ് ഈ വയഡക്റ്റ് പാലത്തിൻ്റെ ഉയരം. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ വട്ടപ്പാറ മുകളിലുള്ള റോഡ്, ആ റോഡായിരിക്കും ഇനി വളാഞ്ചേരിയിലേക്ക് പോകാനുള്ള. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് നമ്മുടെ കഞ്ഞിപ്പുര കഴിഞ്ഞിട്ട് സർവീസ് റോഡിലേക്ക് കയറിയിട്ട് ആ റോഡിനായിരിക്കും വളാഞ്ചേരി ഭാഗത്തേക്ക് പോവുക. അപ്പോൾ ആ റോഡിൻ്റെ മുകളിൽ ഏകദേശം ഒരു 7 മീറ്ററോ 8 മീറ്റർ 9 മീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് നിലവിൽ നമ്മുടെ ഓവർപാസിൻ്റെ ഹൈറ്റ്. ഓവർപാസിൻ്റെ ഹൈറ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ പല വീഡിയോൻ്റെ അടിയിലും ചില നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സംശയം ചോദിക്കാറുണ്ട്, ഓവർപാസിൻ്റെ അടിയിലൂടെ വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ പോകുമെന്നുള്ളത്. നമുക്ക് ഒരു വർഷം 1.5 വർഷം പിന്നിലേക്ക് പോയാൽ നമ്മുടെ എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു മെട്രോയും അതേപോലെ തന്നെ ഒരു മേൽപ്പാലവും വരുന്നൊരു ഭാഗത്ത് ഇതുപോലുള്ളൊരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിനൊക്കെ ഒരു മാനദണ്ഡമുണ്ട്, അന്താരാഷ്ട്ര മാനദണ്ഡമുണ്ട്. അപ്പോൾ ആ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് NH60 ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ NHൻ്റെയും വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഹൈറ്റിൽ ലോഡ് വാഹനത്തിൽ കയറ്റൽ നിയമവിരുദ്ധമാണ്. അതൊക്കെ ചരക്ക് വാഹനങ്ങൾക്കും അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയും. അപ്പോൾ അതുപോലുള്ളൊരു പാലമാണ് വട്ടപ്പാറ മുകളിൽ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു വാഹനം കടന്നു പോകാനുള്ള ഹൈറ്റിൽ അവിടെ എന്ത് വേണം, ഒരു സംവിധാനം വേണം. ആ സംവിധാനത്തിൽ നിന്ന് വേണം പിന്നീട് താഴേക്ക് വാഹനങ്ങൾ കയറ്റം ഫീൽ ചെയ്യാതെ രൂപത്തിൽ ഇറങ്ങി വരേണ്ടത്. അപ്പോൾ എത്രത്തോളം മീറ്റർ ഇതിന് ഹൈറ്റ് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനി കൂടുതൽ നമുക്കവിടെ മുകളിൽ എത്തുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് കണ്ടോ, കോൺക്രീറ്റിൻ്റെ വർക്കുകൾ അടക്കം കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസം മുമ്പാണ് ഞാനിവിടെ വന്ന് വീഡിയോ എടുത്തത്. പിന്നീടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വട്ടപ്പാറ ഇപ്പോൾ ഈ വയഡക്റ്റിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റ്, ഇതിൻ്റെ പെയിൻറ്റിങ് അങ്ങനെ കാണിക്കാനുണ്ടാവുള്ളൂ. ആദ്യ കാലത്ത് ഫസ്റ്റ് ടൈമിലൊക്കെ പറഞ്ഞാൽ എന്താകും എങ്ങനെയാകും എന്നുള്ളൊരു വൻ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടേനി. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ റോഡ് എങ്ങനെ പോവുക, ഈ വയഡക്റ്റ് എങ്ങനെ പോവുക എന്നൊക്കെ മനസ്സിലായത് കൊണ്ട് തന്നെ വീഡിയോ പഴയ പോലുള്ള അത്ര വലിയൊരു ഡിമാൻഡൊന്നും വീഡിയോക്കൊന്നും ഇപ്പം ഇല്ല. പിന്നെ ഇഷ്ടം പോലെ യൂട്യൂബർമാർ NH66 വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മളെക്കൊണ്ടാവുന്നത് നമ്മളും. പിന്നീട് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പമ്പ മുതൽ വളാഞ്ചേരി വരെയുള്ള വീഡിയോ ആണ് കഴിഞ്ഞ തവണ ചെയ്തത്. അതിന് മുമ്പ് ചെയ്തത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് കാക്കഞ്ചേരി മുതൽ കോഴിക്കോട് ബൈപ്പാസിൽ ഹൈലൈറ്റ് മാൾ വരെയുള്ള വീഡിയോ ആയിരുന്നു. അതിലാണ് പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഇടിമുഴിക്കലൊക്കെ ആരംഭിച്ചതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ 2 വീഡിയോൻ്റെ ലിങ്കും ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും. ആ 2 വീഡിയോയും കാണാത്തവർ കാണുക. അപ്പോൾ കണ്ട അവിടെ എത്തിയപ്പോൾ എത്രത്തോളം ഹൈറ്റായിട്ടോ. അവിടെ നമ്മൾ സുഖമായിട്ട് വണ്ടി കയറ്റിയപ്പോൾ ഏകദേശം അവിടെ ഒരു 4-5 മീറ്റർ ഹൈറ്റേ ഉണ്ടാവുള്ളൂ, 5 മീറ്റർ താഴെ ഉണ്ടാവുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ എത്ര മീറ്റർ ഹൈറ്റായി നോക്കി. ഇനി ഇങ്ങനെ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഹൈറ്റ് കൂടി വരും. അതേപോലെ തന്നെ പിയറുകൾ അടുത്തടുത്ത് വരും. പിന്നെ കുറേ ആളുകളൊക്കെ ഇതൊരു അത്ഭുതമാണെന്നൊക്കെ പറയുമ്പോൾ കേരളക്കാർക്കാണ് അത്ഭുതം, മറ്റുള്ളവർക്ക് അത്ഭുതമല്ല, പുറം രാജ്യങ്ങളിൽ ഇതൊക്കെ എന്നോ വന്നു പോയതാണെന്നൊക്കെ പറയാറുണ്ട്. ശരിയാണ് സുഹൃത്തുക്കളെ, പുറം രാജ്യങ്ങളിലൊക്കെ പുറം സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേയിൽ ഇതിലേറെ ആയിട്ടുള്ള പാലമുണ്ട്, ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രവാസികൾക്കും ഇത് നേരിട്ട് വന്ന് കാണാൻ കഴിയാത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഒരു അത്ഭുതം തന്നെയാണ്. നമ്മളെ നാടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇതൊക്കെ അത്ഭുതമാകുന്നത്.
എന്തായാലും ലോകത്തിൻ്റെ പല ഭാഗത്തും മലയാളികളുണ്ട്. അവർക്കൊക്കെ അത് കാണാൻ ആഗ്രഹമുണ്ടാകും. അവർക്കൊക്കെ അത് കാണുമ്പം അത്ഭുതമായി തോന്നും. കാരണം ഒരു മലയാളിയും സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഇതുപോലുള്ള റോഡൊക്കെ ഈ ഭാഗത്ത് കൂടെ വരുന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടൊക്കെ ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ പോണ ഭാഗം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഒരു മാസത്തിലൊരിക്കലാണ് ഞാൻ വട്ടപ്പാറ വരാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഈ ഭാഗത്ത് 32 മീറ്റർ തറനിരപ്പിൽ നിന്നും റോഡ് വരെ 32 മീറ്റർ വരും എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും കളിയാക്കിയിരുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു സത്യമാണ്. 10 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരും, സത്യമാണ്. 32 മീറ്റർ വരും. കണ്ടോ, അതിൻ്റെ മുകളിൽ ആൾ നിൽക്കുന്നുണ്ടോ? അവിടെ ഇനി പിയർ ഗ്യാപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് വേണം നമ്മുടെ മുകളിലെ റോഡതാ അപ്പോൾ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ പോകുന്നത് റോഡാട്ടോ, പഴയ റോഡ്. വട്ടപ്പാറ വളവാണ് കാണുന്നത്. അതിൻ്റെ മുകളിൽ പില്ലറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ പില്ലറിൻ്റെ മുകളിൽ നിന്നാണ് ഇതിന്മേലേക്ക് റോഡ് വരേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ഹൈറ്റിൽ പില്ലറുകൾ ഉണ്ടാക്കേണ്ടി വന്നത്. ഇതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ട്. എൻ്റെ വീഡിയോ അല്ലെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ NH66 വീഡിയോ കാണുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ചില പുതിയ ആളുകൾ വരുമ്പം അവർക്കാണ് ഇത് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ പുറത്തുള്ള വീഡിയോ കാണുന്ന ആളുകളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് പഴയ വട്ടപ്പാറ വളവിൻ്റെ ഭാഗത്തേക്ക് പോകാം. അവിടെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. കുറച്ചങ്ങോട്ട് പിന്നിലേക്ക് പോകുന്നതാണ് കേട്ടോ. കണ്ടോ, താഴത്തെ പില്ലർ കണ്ടോ, ഇടത് ഭാഗത്ത് ആ പില്ലർമക്ക് കണ്ടോ, ഇത് നിലവിലെ റോഡ്. ഈ റോഡിലൂടെയാണ് വളാഞ്ചേരിയിലേക്ക് വാഹനങ്ങൾ പോകേണ്ടത്. അപ്പം ഈ വാഡക്റ്റിൻ്റെ അടിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോവുക. അപ്പോൾ അതിനുള്ള ഉയരം ഇവിടെ വേണം, അതേപോലെ ഉയരം താഴെയും വേണം. അതുകൊണ്ടാണ് ഈ വാഡക്റ്റ് പാലം അത്രയും ഉയരത്തിൽ വന്നത്. ഇത് പിന്നീട് നേരെ പോയിട്ട് ഈ റോഡിങ്ങനെ മുറിച്ച് അപ്പുറത്തേക്ക് കടക്കണം. പിന്നീട് റോഡിൻ്റെ അപ്പുറം സൈഡിൽ ഇവിടെ കഴിഞ്ഞ് ഈ ഇടത് ഭാഗത്തൊക്കെ കഴിഞ്ഞ് പില്ലറുകൾ വരാനുള്ളതാണ്. കണ്ടോ, അപ്പോൾ അവിടെ കോൺക്രീറ്റ് എടുക്കുന്ന ഭാഗം കണ്ടോ. പിന്നീട് അങ്ങോട്ട് പോയിട്ട് ഇവിടുന്ന് വലതു ഭാഗത്തേക്ക് മാറിയിട്ട് പിന്നെ ഈ വട്ടപ്പാറ ആദ്യത്തെ വളവിൽ നിന്ന് പിന്നീട് വീണ്ടും വലതു ഭാഗത്തേക്ക് മാറുകയാണ്, ഇടത് ഭാഗത്തേക്ക് മാറുകയാണ്. അപ്പോൾ അവിടെ നല്ല ആഴമുള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതും കാണിക്കാം. അപ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് വീണ്ടും റോഡ് ഇടത് ഭാഗത്തേക്ക് മാറുന്നത്. ഇപ്പോൾ വലത് ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. NH66 2 റീച്ചുക്കും KNRCക്കുള്ള മണ്ണ് കംപ്ലീറ്റ് ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ കണ്ടോ, ഇത് മെയിൻ റോഡാണ്. ഇതിൻ്റെ അപ്പുറത്ത് സർവീസ് റോഡുണ്ട്. ഇത് നല്ല താഴ്ചയുള്ള പ്രദേശം ഇട്ടോ, അത് അവിടെ പോയിട്ട് കാണുമ്പോഴേ മനസ്സിലാകുള്ളൂ. കണ്ടോ, വീടുകൾ കണ്ടോ. ഇനി ഈ ഭാഗത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സർവീസ് റോഡാണ്. പിന്നെ നല്ല വൈറ്റ് ചെകിടി മണ്ണാണ്. അതിൽ വെളിച്ചം ഇങ്ങോട്ട് വരുന്നുണ്ട് ക്യാമറയ്ക്ക്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത്. കണ്ടോ, ഇപ്പോൾ പഴയ റോഡ് പോകുന്നത് കാണുക. പുതിയ റോഡിൻ്റെ ഇതാ അവിടെ ഒരു കൾവർട്ട് വരുന്നുണ്ട് കേട്ടോ. ആ കൾവർട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണി ഉണ്ടാവും. അത്രക്കും മണ്ണെടുത്ത് താത്തണം. അപ്പോൾ ഈ വളവും ഇല്ലാതാവും. ഈ മണ്ണിട്ട് ഉയർത്തിയിട്ട് ഈ റോഡ് ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ ആ വളവും ഇല്ലാതാവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് മലപ്പുറം ജില്ലയിൽ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വാഡക്റ്റ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ കഞ്ഞിപ്പുരയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.